പ്രശസ്ത നടൻ മോഹൻരാജ് അന്തരിച്ചു. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിൽ ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട് നടക്കും. 70 വയസ്സായിരുന്നു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഒരൊറ്റ കഥാപാത്രം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മോഹൻരാജ് എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കീരിക്കാടൻ. എങ്ങനെയാണ് പൊതുദർശനം, അവിടുത്തെ വിവരങ്ങൾ? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. നേരത്തെ ഇവിടെ അല്പസമയം മുൻപ് MP A റഹീം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം സന്ദർശിച്ചതിന് ശേഷം അനുശോചനം രേഖപ്പെടുത്തി അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: ഒരു കഥാപാത്രം കൊണ്ട് അധികം പേർക്ക് ഇങ്ങനെ മലയാള സിനിമയിൽ അറിയപ്പെടാൻ കഴിയില്ല. അത്രത്തോളം ജനപ്രിയ കഥാപാത്രം ആയി മാറി. ആ പേര് തന്നെ ആൾക്കാർ, ഈ കാഴ്ചക്കാർ മറന്നുപോകുകയും ആ കഥാപാത്രത്തെ അവർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഈ മോഹൻരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കീരിക്കാടൻ ജോസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും അങ്ങനെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഞ്ഞിരംകുളത്തെ വീട്ടിലാണ്. കാഞ്ഞിരംകുളത്തെ അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. നേരത്തെ ചെന്നൈയിലായിരുന്നു കുടുംബമായി താമസിച്ചിരുന്നത്. അതിനുശേഷം ചികിത്സയുടെ ഭാഗമായി സ്വന്തം നാടായ നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള കാഞ്ഞിരംകുളത്തേക്ക് എത്തി. ഇവിടെ കുറച്ച് നാളുകളായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും അദ്ദേഹത്തെ പരിചയമുള്ള നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിനെ അവസാനമായി ഒന്ന് കാണാൻ അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടും ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നാട്ടുകാർക്ക് വളരെ സുപരിചിതനാണ്. ഈ നാട്ടുകാർക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം ഈ നാട്ടിലേക്ക് തന്നെ മടങ്ങി വന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ചികിത്സയുടെ ഭാഗമായി ഇവിടെ തുടരവേ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചത്. നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശിവപ്രസാദുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഇവിടെയില്ല. ഭാര്യയും ഒരു മകളും ചെന്നൈയിലാണ് താമസം. മറ്റൊരു മകൾ കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാനഡയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഭാര്യയും ചെന്നൈയിലുള്ള മകളും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ രാവിലെയോടുകൂടി ഇവിടെ കാഞ്ഞിരംകുളത്തെ വീട്ടിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഈ പൊതുദർശനം സംബന്ധിച്ചും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകും. എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടി ആ സംസ്കാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. അവർ എത്തിയതിനു ശേഷമാകും ഇക്കാര്യത്തിൽ സമയം കൃത്യമായി പറയാൻ കഴിയുക. പൊതുദർശനം അദ്ദേഹം ഇവിടെ പഠിച്ച വിദ്യാലയം ഇവിടെ അടുത്തു തന്നെയാണ്. അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. ഭാര്യയും മകളും എത്തിയതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ തീരുമാനം അവർ എടുക്കുക. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യമെല്ലാം ഒരുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടൻ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. 3 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ശരി ചന്തു, ഈ നമ്മൾ പറയുന്ന പോലെ മോഹൻരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജ് എന്ന അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ഒരേ ഒരു പേര് കീരിക്കാടൻ ജോസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായും ഒരു തീരാ ദുഃഖം തന്നെയാണ്, വേദന തന്നെയാണ്.